ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2025 ഡിസംബറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് അധികം വൈകാതെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുകയും മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് കുറെ കൂടി ഇഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്? ഓക്കെ, ചോദ്യം ഇതാണ്. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഏതാണ്? അതായത് എക്സ്പെരിമെന്റൽ സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന അതിനുപയോഗിക്കുന്ന ഡിസൈൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ, ഓപ്ഷൻ ബി ഫാക്ടോറിയൽ ഡിസൈൻ, ഓപ്ഷൻ സി ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ, ഓപ്ഷൻ ഡി ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ ഡിസൈൻ. അപ്പം നമ്മുടെ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനുകൾക്കെല്ലാം കൃത്യമായിട്ടൊരു പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ ഡിസൈൻ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒരു പേരായിട്ടല്ല, ജസ്റ്റ് ഒരു പ്രോസസ് ആയിട്ടാണ് അവിടെ പറയുന്നത്. സോ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിൽ ഓൾറെഡി ഇവിടെ അതിന് കൃത്യമായ പേരുകൾ 3 ഓപ്ഷൻസിൽ പറയുന്നുണ്ട്. ഇതിൽ മാത്രം അത് പറയുന്നില്ല. പക്ഷെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. സോ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ടൈപ്സ് എന്ന് പറയുന്നത് നോക്കുക. ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഓപ്ഷൻ 1 ACD ഒള്ളിയാണോ? അതായത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനും ലാറ്റിൻ സ്ക്വയർ ഡിസൈനും ഇത്. അപ്പൊ ഈ ഡി വരുന്ന ഓപ്ഷൻസിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസിൽ ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഡി ഇല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഇതിൽ ഡി ഉള്ളത് കൊണ്ട് നമുക്കതിനെ മാറ്റാം. ദെൻ ഓപ്ഷൻ 3യിലും ഡി കിടക്കുന്നുണ്ട്. പിന്നെയും ഇനി നമുക്ക് ഉത്തരത്തിലോട്ട് വരേണ്ട സമയമാണ്. ABC ഉള്ളിയാണോ AB ആണോ? നമ്മൾ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച റാൻഡം എക്സ്പെരിമെന്റൽ ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ലാറ്റിൻ സ്ക്വയർ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഓക്കെ, റാൻഡമൈസ്ഡും ലാറ്റിൻ സ്ക്വയർ ഒക്കെ നമുക്ക് ഉറപ്പാണ്. ഫാക്ടോറിയൽ ഡിസൈനും എന്താണ്? ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നതാണ്. സോ നമുക്ക് ഓപ്ഷനായിട്ട് ഏത് കറക്റ്റ് ചൂസ് ചെയ്യാം? ഓപ്ഷൻ 2 ABC ഉള്ളിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പഠിക്കാം. എന്താണ് ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്നത്? ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആർ സ്ട്രക്ചേർഡ് അപ്രോച്ചസ് used in research to investigate cause and effect relationships. നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പെരിമെന്റൽ റിസർച്ച് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്സിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റിസർച്ചിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചസിനെ പറയുന്ന പേരുകളാണ് എന്ത്? ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. ഈ ഫോർമൽ എന്ന വാക്കും സ്ട്രക്ചേർഡ് എന്ന വാക്കും ഒക്കെ എന്തുകൊണ്ടാണ് ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിന് ആ ഒരു കാര്യം വരുന്നത്? അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പൊ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് അപ്രോച്ച് ആണ്. എന്തിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി? എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കാരണമായ കോസ് ആൻഡ് ഇഫക്റ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. They involve manipulating one or more independent variables. Okay, എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതായത് ട്രീറ്റ്മെന്റ്സ് എന്നാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ അതിന് പറയുക. ആൻഡ് ഒബ്സർവിംഗ് ദെയർ ഇഫക്റ്റ് ഓൺ എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ഏതാണെന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, വൈൽ കൺട്രോളിംഗ് ഫോർ അതർ ഫാക്ടേഴ്സ്. അപ്പോൾ അതാണ് ഒന്നോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ
കൺട്രോൾ ചെയ്യപ്പെടേണ്ടുന്ന വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, കീ ഫാക്ടേഴ്സ് അല്ലെ കീ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഡിസൈൻസ് ഓഫൺ ഇൻക്ലൂഡ്. യെസ്, ഇനി നമ്മൾ ഫോർമൽ ഡിസൈൻസിന്റെ നമ്മുടെ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ്? റാൻഡമൈസേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് കിടക്കുന്ന റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്നത് എങ്ങനെയാണ് ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായല്ലോ. ദെൻ രണ്ടാമത്തേത് കൺട്രോൾ ഗ്രൂപ്പ്സ്. ഇത് നമുക്ക് ഓപ്ഷനിൽ സംശയത്തിൽ വന്നൊരു കാര്യമാണ്. നമ്മുടെ ഓപ്ഷൻ 4 ബിഫോർ ആൻഡ് ആഫ്റ്റർ കൺട്രോൾ ഡിസൈൻ ഗ്രൂപ്പ് ഡിസൈൻ എന്നൊരു വന്നില്ലേ. ഞാൻ പറഞ്ഞു ഈ പ്രോസസ്സിൽ ഇതുള്ള കാര്യമാണ്, പക്ഷെ കൃത്യമായിട്ട് പേര് വന്നിട്ടില്ല. ഓക്കെ, പക്ഷെ എന്താണ് ഫോർമൽ ഡിസൈൻസിൽ റാൻഡമൈസേഷൻ ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പ്സ് ഉണ്ട്, കൂടാതെ സിസ്റ്റമാറ്റിക് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പൊ അടുത്ത വാക്ക് നോക്കുക. ഫോർമൽ എന്ന വാക്കിനെ കുറിച്ചും സ്ട്രക്ചേർഡ് എന്ന വാക്കിനെ കുറിച്ചും അടുത്തത് കണ്ടോ, സിസ്റ്റമാറ്റിക് എന്ന വാക്ക്. ഓക്കെ, സിസ്റ്റമാറ്റിക് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് ഇത് നടക്കുന്നത് ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിന്റെ പശ്ചാത്തലത്തിലാണ്. allowing for rigorous statistical analysis and stronger inferences about causality. Okay, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ ഡിസൈൻസിന്റെ എല്ലാ ഫീച്ചേഴ്സും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിന് അലോ ചെയ്യുന്നതാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസുകൾക്കും അല്ലെങ്കിൽ കോസാലിറ്റിയെ കുറിച്ചുള്ള ഇൻഫറൻസസുകൾ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ അത് രൂപീകരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോ എക്സ്പെരിമെന്റൽ ഡിസൈൻസിനെ കുറിച്ച് പഠിക്കാം. ദ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് നമ്മുടെ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റൽ ഡിസൈൻസ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആണ് ഒരെണ്ണം, ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണ് അടുത്തത്, പിന്നെ പറഞ്ഞത് ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്താണെന്ന് നോക്കാം. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ഇൻവോൾവ്സ് ഡിവൈഡിങ് ദ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. ഓക്കെ, ആദ്യമേ തന്നെ അവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ? സബ്ജക്റ്റുകളുടെ ബേസിൽ അല്ലെ, പ്ലോട്ട്സിന്റെ ഇതിലെല്ലാമായിട്ട് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുകയാണ് ഇൻടു ഹോമോജീനിയസ് ഗ്രൂപ്സ് called blocks and then randomly assigning treatments within each block. അതായത് ഒരേ ഫീച്ചേഴ്സ് ഉള്ളവരെ ഒരേ ഗ്രൂപ്പും കാര്യങ്ങളും ആക്കി, അതാണ് ഹോമോജീനിയസ് ഗ്രൂപ്പിനെ ഓരോ ബ്ലോക്കുകൾ അല്ലെ സബ്ജക്റ്റുകൾ അല്ലെ പ്ലോട്ടുകളാക്കിയതിനു ശേഷം എന്താണ്? റാൻഡംലി ഇവർക്ക് ട്രീറ്റ്മെന്റ്സ് അസൈൻ ചെയ്യുന്നു ഓരോ ബ്ലോക്കിനും. ഓക്കെ, അതാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് വേരിയബിലിറ്റി. ഈ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ എന്തിനൊക്കെ സഹായിക്കുന്നു? വേരിയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. improves the precision of treatment comparison. ട്രീറ്റ്മെന്റ് കമ്പാരിസന്റെ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. സോ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി അടുത്ത ഡിസൈനെ കുറിച്ച് നമുക്ക് നോക്കാം. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈനിലെ മറ്റൊരെണ്ണമാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ there are two potential sources of variability. ഈ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യെസ്, ടു പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് വേരിയബിലിറ്റി ഉള്ളപ്പോഴാണ്. ഓഫൺ റെഫർ ടു as റോസ് ആൻഡ് കോളംസ്, അതായത് റോസും കോളംസും ഒരേപോലെ ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യത്തിൽ. ഓക്കെ, ബിസൈഡ്സ് ദ ട്രീറ്റ്മെന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ ടു പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് വേരിയബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുന്നത്. The design arranges treatments in a square grid such that each treatment appears only once in each row and each column. അപ്പം ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഗ്രിഡിന്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ട്രീറ്റ്മെന്റ് ഒരു റോയിൽ അല്ലെ ഓരോ കോളത്തിലും വൺസ് മാത്രമേ വരത്തുള്ളൂ, ആ രീതിയിൽ. ദിസ് അലൗസ് റിസർച്ചേഴ്സ് ടു കൺട്രോൾ for the effects of these two confounding factors simultaneously. അപ്പോൾ ഈ ഒരേപോലെ ബാധിക്കാവുന്ന ആ ഒരു കാര്യങ്ങളുടെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടു കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് സൈമൾട്ടേനിയസ്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ഉപയോഗിക്കുന്നത്. ദെൻ ഇനി അടുത്തത് നോക്കാം, ഫാക്ടോറിയൽ ഡിസൈൻ. എന്താണ് ഫാക്ടോറിയൽ ഡിസൈൻ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി
the effects of two or more independent variables, രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഫോർമൽ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് എന്ത്? ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ അതാണ് ഒരേ സമയത്ത് സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്നില്ല, ഒരേ സമയത്ത് രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ലെ ഫാക്ടേഴ്സിന്റെ ഇഫക്റ്റുകളെ സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫാക്ടോറിയൽ ഡിസൈൻസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് അലൗസ് റിസർച്ചേഴ്സ് ടു എക്സാമിൻ not only the individual effects of each factor but also how factors might interact with each other. അപ്പോൾ ഇത് റിസർച്ചറിനെ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു? ഇൻഡിവിജ്വൽ ഇഫക്റ്റിനെ കുറിച്ച് പഠിക്കാൻ മാത്രമല്ല, എന്താണ് ഈ ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ പഠിക്കാനും കൂടി സഹായിക്കുന്നു. അതാണ് it allows researchers not only to examine the individual effects of each factor, അതായത് ഓരോ മെയിൻ ഇഫക്ട്സിനെ കുറിച്ച് മാത്രം പഠിക്കാനല്ല, but also how factors might interact with each other. ഓരോ ഫാക്ടേഴ്സും മറ്റേ ഫാക്ടേഴ്സുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു സംഗതിയും കൂടെ ഇവിടെ പഠിക്കാൻ സാധിക്കുന്നു. ട്രീറ്റ്മെന്റ് consist of all possible combinations of the levels of the factors. എല്ലാ പോസിബിൾ ഫാക്ടേഴ്സും തമ്മിലുള്ള കോമ്പിനേഷൻ ട്രീറ്റ്മെന്റിനെ കമ്പൈൻ ചെയ്ത് അങ്ങനെ പഠിക്കുന്നതിന് സാധിക്കുന്നു. അതാണ് ഫാക്ടോറിയൽ ഡിസൈനിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനെ ഏത് രീതിയിൽ മനസ്സിലാക്കണമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ടെസ്റ്റ് സിറ്റുവേഷനും അതിന് യൂസ് ചെയ്യേണ്ട പാരാമെട്രിക് ടെസ്റ്റുമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ലിസ്റ്റ് 1 ടെസ്റ്റ് സിറ്റുവേഷനും ലിസ്റ്റ് 2 പാരാമെട്രിക് ടെസ്റ്റും തന്നിരിക്കുന്നു. ലിസ്റ്റ് 1 ടെസ്റ്റ് സിറ്റുവേഷൻസ് നോക്കുക. 1 മീൻ ഉള്ളപ്പോൾ എന്ത് പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യണം? 2 ഇൻഡിപെൻഡന്റ് മീൻ ഉള്ളപ്പോൾ ഏത് പാരാമെട്രിക് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? 2 ഡിപെൻഡന്റ് മീൻ ഉള്ളപ്പോൾ ഏത് പാരാമെട്രിക് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? ദെൻ കോറിലേഷൻ, അത് പിയേഴ്സൺസിന്റെ കോറിലേഷന്റെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ എടുക്കേണ്ടുന്നത്? അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ബൈ റിപ്പീറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ എത്തിച്ചേരുന്ന ആൻസേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസേഴ്സിന്റെ ഓപ്ഷൻസ് നോക്കിക്കേ. യെസ്, ഡി ഓപ്ഷന് 1 2 3 വരാം. എയിലും അതുപോലെ തന്നെ 1 2 3 ഏതെങ്കിലും ഒരു ആൻസർ വരാം. പക്ഷെ ഈ ബിയിലും സിയിലും കണ്ടോ, ഏതർ ഒന്നെങ്കിൽ 2 അല്ലെ 3 4 ഏതെങ്കിലും ഇത് വരാനായിട്ട് പറ്റും. സോ നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് പോയിട്ട് ഇതിന്റെ ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ 3 ആണ്. അതായത് 1 മീൻ, നമ്മുടെ ടെസ്റ്റ് സിറ്റുവേഷനിലെ 1 മീൻ എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെക്കിംഗ് ഇഫ് എ സിംഗിൾ ഗ്രൂപ്പ്സ് ആവറേജ് ഈസ് ഡിഫറെന്റ് ഫ്രം എ നോൺ വാല്യൂ. ഒരു ഗ്രൂപ്പിനെ മാത്രമാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ 1 മീൻ എന്നൊരു കാര്യം വരുന്നത്. ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് തന്നിരിക്കുന്ന ഒരു നോൺ വാല്യൂവിൽ നിന്ന് എന്താണ് ഡിഫറെന്റ് ആണോ അല്ലയോ എന്ന് പഠിക്കുന്നതാണ്. അപ്പം ഈ ഒരു 1 മീനും, അതായത് 1 മീൻ എന്ന് പറഞ്ഞാൽ ഒരു 1 ഗ്രൂപ്പേ അവിടെ ഉള്ളൂ. അപ്പൊ അതിന്റെ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് എന്താ അവിടെ ശ്രദ്ധിക്കേണ്ടത്? പി വാല്യൂ സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ? അവിടുത്തെ പി വാല്യൂ എന്താണ്? 0.05 കൂടുതലായിരിക്കണം. ഓക്കെ, സോ 1 മീന്, അതായത് സിംഗിൾ ഗ്രൂപ്പ്സിന്റെ ആവറേജ് ടെസ്റ്റിനെ, അതിന്റെ വാല്യൂവിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത് അവിടെ ലഭിക്കേണ്ടുന്ന പി വാല്യൂ 0.05 മുകളിലായിരിക്കണം. സോ നമ്മളുടെ ആൻസറിലേക്ക് വരിക. ഇവിടുത്തെ പി വാല്യൂ എന്ന് പറയുന്നത് 0.474 ആണ്. സോ 0.05 വരേണ്ടടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ എന്താണ് അതാണ് ആ ഒരു റിസൾട്ടിന്റെ സിഗ്നിഫിക്കൻസിനെ ഇത് ചെയ്യേണ്ടതാണ്. പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.05 ആയി കഴിഞ്ഞാൽ ഓക്കെ, അതാണ് റിസൾട്ടിന്റെ സിഗ്നിഫിക്കൻസിനെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പി വാല്യൂ ഏതാണ്? 0.474. സോ 0.05 എന്തുകൊണ്ടും ഗ്രേറ്റർ അല്ലേ 0.474? യെസ്. അപ്പോൾ എന്താണ് ഈ ഒരു റിസൾട്ട് അവിടെ സിഗ്നിഫിക്കന്റ് അല്ല. കാരണം എന്താണ്? പി വാല്യൂ 0.05 വരെ പാടുള്ളൂ, പക്ഷെ ഇത് കൂടുതൽ കയറിപ്പോയി. ഓക്കെ, അതാണ് 1 മീനിന്റെ ആൻസറിൽ അവിടെ വരേണ്ടത്. ദെൻ
ക്വസ്റ്റ്യൻ ആ ഒരു ബിയിലേക്ക് നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ഇൻഡിപെൻഡന്റ് മീൻ ആണ്. ഇവിടെ 1 മീൻ 1 ഗ്രൂപ്പ് ആണ്. ഇവിടെ 2 ഇൻഡിപെൻഡന്റ് മീൻ എന്ന് പറയുമ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്ന സംഗതി എന്താണ്? 2 സെപ്പറേറ്റ് ഗ്രൂപ്പ്സിന്റെ ആവറേജ് ആണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പിന്റെ ആവറേജും അതിനെ ഒരു നോൺ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയായിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? 2 സെപ്പറേറ്റ് ഗ്രൂപ്പിന്റെ ആവറേജുകളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെയും ഈ ഒരു സംഗതിയാണ്. പി വാല്യൂ 0.05ന്റെ അവിടെ വരെയാണ് വരാൻ പറ്റുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു സംഗതി നോക്കിക്കേ, പി വാല്യൂ ഈസ് 0.05നേക്കാൾ എന്താണ് കൂടുതലാണ്, 0.703 ആണ് വരേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ആ ഒരു ആൻസറിലേക്ക് നമ്മൾ ചെന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് 2 ഇൻഡിപെൻഡന്റ് മീൻ 2 ഡിപ്പെൻഡന്റ് മീൻ ആണ് വരുന്നത്. അതായത് 2 ഡിപ്പെൻഡന്റ് മീൻ എന്ന് പറയുമ്പോൾ സെയിം ഗ്രൂപ്പിനെ തന്നെ എന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിന്റെ ആവറേജസ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെയും കണ്ടോ, പി വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 0.05നേക്കാള് കൂടുതലാണ്. സോ പി വാല്യൂ ഇസ് ഈക്വൽ ടു ഇവിടെ 0.550 ആയതുകൊണ്ട് അതും കൂടുതലായിട്ട് വരുന്ന സംഗതിയാണ്. നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അത് ഇച്ചിരൂടെ ക്ലിയർ ആകും. ദെൻ പിയേഴ്സന്റെ കോറിലേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് പിയേഴ്സൺ കോറിലേഷൻ നോക്കുന്നതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്? 2 വേരിയബിൾസ്, അതായത് 2 വേരിയബിൾസും കൂടെ ഒത്തുചേരും. ഇഫ് 2 വേരിയബിൾസ് മോർ ടുഗെദർ, അതായത് 2 വേരിയബിൾസ് കൂടെ ചേരുമ്പോൾ ഇവിടെ കൂടുതൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെയും പി വാല്യൂ എന്താണ് വന്നിരിക്കുന്നത്? 0.564 ആണ്. അതിനാൽ തന്നെ ഈ റിസൾട്ട് സിഗ്നിഫിക്കന്റ് അല്ല. 0.05 സിഗ്നിഫിക്കന്റ്, അതേ പി വാല്യൂ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റിസൾട്ട് അവിടെ സിഗ്നിഫിക്കന്റ് ആകുമായിരുന്നു. സോ ഇവിടുത്തെ എല്ലാ സംഗതികളിലും വന്നിരിക്കുന്ന കാര്യം ഇതാണ്, all p values are above 0.05, so the results are not significant. Okay, അപ്പൊ നമ്മൾ ഒറ്റൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, അതായത് 1 മീൻ എന്ന് പറയുന്നത് പി വാല്യൂ എന്താണ്? പി വാല്യൂ ഇസ് ഈക്വൽ ടു 0.474 ആണ് വരുന്നത്. ദെൻ 2 ഇൻഡിപെൻഡന്റ് മീൻ വരുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? നമ്മുടെ ആൻസറിൽ വരുന്നത് യെസ് B4 ആണ് വരുന്നത്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതിനനുസരിച്ചിട്ടാണ് B4 വരുന്നത്. ഇതാണ് ഇൻഡിപെൻഡന്റ് മീൻ ആയതുകൊണ്ട് പി വാല്യൂ 0.564. ഇൻഡിപെൻഡന്റ് മീൻ ആയതുകൊണ്ട് അത് ഇച്ചിരി കൂടുതൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് 2 ഡിപ്പെൻഡന്റ് മീൻ ആകുമ്പോൾ എന്താണ് അത് വരുന്നത്? അത് ഇച്ചിരി കൂടെ കുറവ് വരുന്നുണ്ട്. കാരണം സെയിം ഗ്രൂപ്പിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് മീൻ വരുമ്പോൾ അവിടെ 2 ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. സോ ആ ഒരു കുഞ്ഞു സംഗതിയാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. 1 മീനിൻ്റെത് ഇതാണ് പി വാല്യൂ 0.474. ദെൻ രണ്ടാമത് 2 ഇൻഡിപെൻഡന്റ് മീൻ വരുമ്പോൾ അവിടെ അത് എന്താണ് 0.564 പി വാല്യൂ വരുന്നത്. 2 ഡിപ്പെൻഡന്റ് മീൻ വരുമ്പോൾ ഇവിടെ ഇതാണ് 0.550 വരുന്നു. ദെൻ പിയേഴ്സൺസ് കോറിലേഷൻസ്, ഈ വേരിയബിലിറ്റി അതിനെ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെത് ഭയങ്കരമായി കൂടുതലായി പോവുകയാണ്. പി വാല്യൂ 0.703 ആണ് വരുന്നത്. സോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടെസ്റ്റ് സിറ്റുവേഷൻ കാര്യങ്ങൾ. നമ്മൾ ആകെപ്പാടെ ടെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് 0.05നേക്കാൾ താഴെ ഏതെങ്കിലും സംഗതികൾ കിടപ്പുണ്ടോ? ഒന്നും കിടപ്പില്ല, എല്ലാം വ്യത്യാസമാണ്. അത് 1 മീനിന്റെ സിറ്റുവേഷനിൽ വരുമ്പോൾ അതിന്റെ വാല്യൂ ഇതായിട്ട് മാറുന്നു. 2 ഇൻഡിപെൻഡന്റ് മീൻ വരുമ്പോൾ അത് 0.5. ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് 2 ഡിപ്പെൻഡന്റ് മീൻ ആകുമ്പോൾ അത് ഇച്ചിരി കൂടെ കുറവാണ്, 0.550. ചെറിയ വ്യത്യാസം. പിയേഴ്സൺ കോറിലേഷൻ ഇതാകുമ്പോൾ അത് വളരെയധികമായിട്ട് കൂടുതലായിട്ട് വരുന്നു. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബൈ പ്രാക്ടീസിലൂടെ മാത്രം ആൻസേഴ്സിലേക്ക് വരുന്ന കൂട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Arrange the distinct phases of the cardiac cycle in a sequential order. നമ്മുടെ കാർഡിയാക് സൈക്കിൾ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ക്വസ്റ്റ്യൻസ്. പല രീതിയിൽ സെന്റൻസ് ആയിട്ടും അല്ലെ മാത്സ് ഫോളോയിങ് ആയിട്ടും ഇങ്ങനെ ഓർഡർ തെറ്റിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ചെറിയ ഒരു
ഇച്ചിരി എന്താണ് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇച്ചിരി കനത്തിൽ നോക്കിയപ്പോൾ ഇച്ചിരി നമുക്ക് ലൈറ്റാക്കി തന്നതാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയിൽ. ഇങ്ങനെയായിരുന്നു, അറേഞ്ച് ദ ഡിസ്റ്റിങ്ക്ട് ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. അപ്പോൾ കാർഡിയാക് സൈക്കിളിനെ ഈ പറഞ്ഞിരിക്കുന്നതിനെ അതിന്റെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാം. ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. ഓപ്ഷൻ 2 DACB ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ഫേസ് ആണ്. കാർഡിയക് സൈക്കിളിന്റെ തുടക്കം എന്ന് പറയുന്ന ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ഫേസ് ആണ്. ദ വെൻട്രിക്കിൾസ് ഫിൽ ഡ്യൂറിങ് ഡയസ്റ്റോൾ ആൻഡ് ഏട്രിയൽ സിസ്റ്റോൾ. അപ്പോൾ ഈ ഫില്ലിംഗ് ഫേസ് എപ്പോഴാണ് നടക്കുന്നത്? ഈ വെൻട്രിക്കിൾസ് ഫിൽ ആവുന്നത് ഡയസ്റ്റോൾ സ്റ്റേജിലും ദെൻ ആട്രിയൽ സിസ്റ്റോൾ ആ ഒരു സ്റ്റേജിലുമാണ് ഫില്ലിംഗ് ഫേസ് എന്ന് വരുന്നത്. ദെൻ അതിന്റെ ഒരു അടുത്തെന്ന് പറയുന്നത് ഐസോ വോളുമെട്രിക് കോൺട്രാക്ഷൻ ആണ് അടുത്തൊരു സ്റ്റേജ് വരുന്നത്. ദ വെൻട്രിക്കിൾസ് അവിടെ കോൺട്രാക്ട് ചെയ്യുകയും ബട്ട് ആസ് ദ ഹാർട്ട് വാൾസ് ആർ ഷട്ട്, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഹാർട്ട് വാൾസ് അവിടെ ഇതിന്റെ തിരിച്ചുള്ള ഫ്ലോയെ തടയാൻ വേണ്ടി ഷട്ട് ചെയ്യുന്നു. ദ വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്, വോളിയം അവിടെ മാറ്റമില്ലാതെ നിൽക്കുന്നു. ദിസ് കോസസ് എ ബിൽഡപ്പ് പ്രഷർ. ഈ വോളിയം ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നു. റെഡി ടു പ്രൊപ്പൽ ബ്ലഡ് ഇൻ ടു ദി അയോട്ട അല്ലെങ്കിൽ ആൻഡ് പൾമണറി ട്രങ്ക്. ഇത് അയോട്ടയിലേക്കും പൾമണറി ട്രങ്കിലേക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ഫില്ലിംഗ് ഫേസ് കഴിഞ്ഞാൽ എന്താണ്, കോൺട്രാക്ഷൻ സ്റ്റേജിൽ നടക്കുന്ന സംഗതികളാണ് ഇതൊക്കെ പറയുന്നത്. മുൻ പരീക്ഷകളിൽ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള സംഗതികളാണ്. ദെൻ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഔട്ട് ഫ്ലോ ഫേസ് ആണ്. ഫില്ല് ചെയ്തു, ഇതെല്ലാം നല്ലതെല്ലാം അകത്തേക്ക് വന്നു, ഇനി ബാക്കിയുള്ളതിനെയൊക്കെ പുറത്തോട്ട് വിടണ്ടേ, അതാണ്. The ventricles continue to contract as the valves open, pushing blood into the aorta and the pulmonary trunk. This is also known as systole. Systole phase ആണ്. ഓക്കെ, ഔട്ട്ഫ്ലോ എന്നൊരു കാര്യം അവിടെയാണ് നടക്കുന്നത്. ദെൻ ഐസോ വോളുമെട്രിക് റിലാക്സേഷൻ, അതായത് ആ ഒരു ഫേസ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എന്താണ്, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നു, അടുത്തൊരു റീഫില്ലിന് വേണ്ടി റെഡിയാകുന്നു. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് അവിടെ പറയുന്നത്. ദ വെൻട്രിക്കിൾസ് റിലാക്സ്, റെഡി ടു റീഫിൽ ദ ബ്ലഡ് ഇൻ ദി വിത്ത് ദ ബ്ലഡ് ഇൻ ദി നെക്സ്റ്റ് ഫില്ലിംഗ് ഫേസ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്ന് നോക്കുക. നമ്മുടെ കാർഡിയക് സൈക്കിളിന്റെ ആ ഒരു ഡിസ്റ്റിങ്ക്ട് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ഒരു ഇത് വെച്ച് മാത്രം നോക്കുക. വെൻട്രിക്കുലർ ഫില്ലിംഗ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഐസോ വോളുമെട്രിക് കോൺട്രാക്ഷൻ ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. വെൻട്രിക്കുലർ ഇജക്ഷൻ ആണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഐസോ വോളുമെട്രിക് റിലാക്സേഷൻ ആണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. DACB ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 2 എങ്ങനെയാണ് ആൻസർ വന്നതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following are the examples of tangible reinforcers? Reinforcers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രവൃത്തി നല്ലതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രവൃത്തി നല്ലതാണെങ്കിൽ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനും മോശമാണെങ്കിൽ അതിനിയും തുടർന്ന് ആവർത്തിക്കാതിരിക്കാനും വേണ്ടി കൊടുക്കുന്ന ഒരു സംഗതിയാണ് റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ടാൻജിബിൾ റീഇൻഫോഴ്സേഴ്സ്? റീഇൻഫോഴ്സേഴ്സ് നമുക്ക് പല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വഴക്ക് പറയത്തില്ലേ? എന്തിനാണ് വഴക്ക് പറയുന്നത്? വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വഴക്ക് എന്ന് പറയുന്ന റീഇൻഫോഴ്സേഴ്സിനെ, അല്ലെങ്കിൽ ഒരു അടി നമ്മൾ കൊടുക്കുന്നു, നമ്മളൊരു അടി കൊടുക്കുന്നു, ഈ അടി എന്ന റീഇൻഫോഴ്സറിനെ നമുക്ക് എന്താണ്, വടി കൊണ്ടുള്ള അതിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന റീഇൻഫോഴ്സർ ആണ്. പക്ഷെ വഴക്ക് എന്ന് പറയുന്നതിനെ നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു റീഇൻഫോഴ്സർ ആണോ? അല്ല, ഇൻടാഞ്ചിബിൾ ആയ റീഇൻഫോഴ്സർ ആണ് വഴക്കെങ്കിൽ. നമ്മളൊരു അടി വെച്ച് കൊടുക്കുകയാണ് ഇതേ കാര്യത്തിലെങ്കിൽ അത് ഒരു ടാഞ്ചിബിൾ റീഇൻഫോഴ്സർ ആയിട്ട് മാറുന്നു. ഇനി ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ A മെഡൽ, ഓപ്ഷൻ B ക്യാഷ് പ്രൈസ്,
ഓപ്ഷൻ സി പബ്ലിക് അക്നോളജ്മെന്റ്, ഓപ്ഷൻ ഡി വെർബൽ പ്രൈസ്. ഇവിടെ എല്ലാം പോസിറ്റീവ് റീഇൻഫോഴ്സേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ തന്നത് എന്താണ്, നെഗറ്റീവാണ്. വഴക്ക് പറയുന്നത്, അടി കൊടുക്കുന്നത് ഇച്ചിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് ടാഞ്ചിബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സേഴ്സ് നമുക്ക് കൈ കൊണ്ട് തൊടാനും അല്ലെങ്കിൽ സ്പർശിച്ചറിയാൻ പറ്റുന്ന റീഇൻഫോഴ്സേഴ്സ് ഇതിനകത്ത് ഏതൊക്കെയാണ്? ഒന്ന് മെഡലാണ്, പിന്നെ ഒന്ന് ക്യാഷ് പ്രൈസ് ആണ്. പിന്നെ ഉള്ളൊരു കാര്യം ടാഞ്ചിബിൾ റീഇൻഫോഴ്സേഴ്സിൽ വേറെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ഇപ്പം ക്യാഷ് പ്രൈസ്, മെഡല്, കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു ട്രോഫി, ഇതൊക്കെ ടാഞ്ചിബിൾ റീഇൻഫോഴ്സേഴ്സ് ആണ്. പക്ഷേ വെർബൽ പ്രൈസ് ആയിക്കോട്ടെ, അല്ലെ പബ്ലിക് അക്നോളജ്മെന്റ്, ഇതൊക്കെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന സംഗതിയാണോ? അല്ല, അതാണ് കേട്ടറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വഴക്കിന്റെ ആസ്പെക്റ്റ് ഇല്ലേ, അതാണ്. യെസ്, നമുക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കുക. എ ഡി ഒള്ളി, എയും ഡിയും കൂടെ വരുന്നത് ഇല്ല. യെസ്. ഓപ്ഷൻ 2 നോക്കുക. ബിയും സിയും, ക്യാഷ് പ്രൈസും പബ്ലിക് അക്നോളജ്മെന്റും വരുന്നത്. ദെൻ ഓപ്ഷൻ 3 എ ബി സി ഒള്ളി വരുന്നു, അതായത് മെഡല്, ക്യാഷ് പ്രൈസ്, പബ്ലിക് അക്നോളജ്മെന്റ് വരുന്നു. ദെൻ ഓപ്ഷൻ ഡി എ ബി ഒള്ളി വരുന്നു, അതായത് മെഡല്, ക്യാഷ് പ്രൈസ് ഒള്ളി വരുന്നു. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ 4 എ ബി ഒള്ളിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെക്കുക. ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സേഴ്സിലാണ് പറയുന്നത്. സോ അതാണ് ടാഞ്ചിബിൾ റീഇൻഫോഴ്സേഴ്സ് ആർ ആക്ച്വൽ ഫിസിക്കൽ ഓർ ടാഞ്ചിബിൾ റിവാർഡ്സ്. നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന സംഗതികൾ അല്ലെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള തൊടാൻ പറ്റുന്ന റിവാർഡുകളൊക്കെയാണ് ടാഞ്ചിബിൾ റീഇൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ക്യാഷ് പ്രൈസും മെഡൽസും എല്ലാം. മറ്റൊരു ഇതിൽ ഇൻടാഞ്ചിബിൾ റീഇൻഫോഴ്സേഴ്സ്, നമുക്ക് തൊടാൻ സാധിക്കാത്ത എന്നാൽ റീഇൻഫോഴ്സേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഗതികളാണ് നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന വെർബൽ പ്രൈസ് ആയിക്കോട്ടെ, പബ്ലിക് അക്നോളജ്മെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ റീഇൻഫോഴ്സേഴ്സ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർക്കുക. നമ്മൾ ഒരാളുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അയാളെ വഴക്ക് പറയുന്നു, അത് ഇൻടാഞ്ചിബിൾ റീഇൻഫോഴ്സറും. ഒരു അടി വെച്ച് കൊടുക്കുന്നു, വടി കൊണ്ട് ഒരു അടി അങ്ങ് കൊടുക്കുന്നു, ഇത് ടാഞ്ചിബിൾ റീഇൻഫോഴ്സറുമാണ്. ഇതിപ്പം പോസിറ്റീവ് ഇതിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്യാഷ് പ്രൈസും മെഡലും ടാഞ്ചിബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സേഴ്സ് ആണ്. കാരണം അത് ഫിസിക്കലാണ്, ആക്ച്വൽ ഫിസിക്കൽ പ്രസൻസ് ഉള്ള സാധനങ്ങളാണ്. പക്ഷേ എന്താണ്, വെർബൽ പ്രൈസ്, പബ്ലിക് അക്നോളജ്മെന്റ് ഒക്കെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള റീഇൻഫോഴ്സേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞ് അത് ആ ഒരു മനസ്സ് മടുത്തുകൊണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങളിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എളുപ്പമുള്ളത് കൂടെ തെറ്റാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യ പാറ്റേണിൽ അങ്ങനെയായിരുന്നു. ആദ്യം ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ വിഷമിക്കേണ്ട, അടുത്തടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ പോകണം. ഇതുപോലെ നമുക്ക് രസകരമായിട്ട് ചിന്തിച്ചൊക്കെ ആൻസേഴ്സ് വരാവുന്ന ക്വസ്റ്റ്യൻസ് വന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ ചെന്നാൽ മതി. അപ്പം നമുക്ക് കുറച്ചുകൂടെ തിങ്ക് ചെയ്യാനായിട്ടും ആൻസറിലേക്ക് കറക്റ്റ് എത്താനായിട്ടും ഒക്കെ സാധിക്കും. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പഠനം വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. UGC നെറ്റ് എക്സാം വേഗം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.